സ്പെഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒക്ടോബർ 2-ാം തീയതിയാണ് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഭയിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന തിരുനാള് കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാഖ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കുമ്പോൾ ഒരു വശത്ത് നമ്മുടെ മാമോദിസ പേരിന്റെ വിശുദ്ധനുണ്ട്, ഒരു വശത്ത് നമ്മുടെ കാവൽ മാലാഖയുണ്ട്. അങ്ങനെ വലിയൊരു ദൈവിക സംരക്ഷണത്തിലാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാവൽ മാലാഖമാരെ കുറിച്ച് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ കാവൽ മാലാഖ മാറിയിരുന്ന് കരയുന്നുണ്ടാകും എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മളൊരു പുണ്യം ചെയ്യുമ്പോൾ, ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതോർത്ത് സന്തോഷിക്കുന്ന ഒരു കാവൽ മാലാഖ നമുക്കുണ്ട്. നമ്മളൊരു പാപം ചെയ്യുമ്പോൾ അതോർത്ത് മാറിയിരുന്ന് കരയുന്നൊരു കാവൽ മാലാഖ നമുക്കുണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ സ്വന്തം കാവൽ മാലാഖയുടെ ഈ കാവൽ മാലാഖമാർ ആ ഗ്രൂപ്പിന്റെ തിരുനാളാണ് ഇന്നേ ദിവസം. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഒരു കുഷ്ഠരോഗി വന്നിട്ട് ഈശോയോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ഇത് ശുദ്ധനാകാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, ഇനി നിനക്കും കൂടി മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാനായിട്ട് കഴിയും. ഈശോ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്താനായിട്ട്, നമ്മളെ ഈ പറയുന്ന ശുദ്ധി ഉള്ളവളായിട്ട് നിലനിർത്താനായിട്ട് ദൈവത്തിന് എപ്പോഴും മനസ്സുണ്ട്. പക്ഷെ അതിന് നമ്മൾ മനസ്സ് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വചനഭാഗം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ദൈവത്തിന് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്, അതിനുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹവും മനസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കാവൽ മാലാഖമാരുടെ സഹായത്തോടു കൂടിയിട്ട്, നമ്മുടെ മാമോദിസ പേരിന്റെ വിശുദ്ധന്റെ ആ സഹായത്തോടു കൂടിയിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമ്മൾ മനസ്സ് വയ്ക്കണം എന്നേ ഉള്ളൂ. ദൈവം അതിന് മനസ്സ് വയ്ക്കുന്നുണ്ട്, നമ്മളും അതിന് മനസ്സ് വയ്ക്കണം. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.